പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് 2024 ഡിസംബർ മാസം 12-ാം തീയതി, അതായത് 1200 വൃശ്ചിക മാസം 27-ാം തീയതി വ്യാഴാഴ്ച. വ്യാഴം ദേവാചാര്യനാകുന്നു, നല്ല ഒരു ശുഭഗ്രഹമാകുന്നു. വ്യാഴാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:37 അസ്തമയം വൈകിട്ട് 6 മണിക്കുമാകുന്നു. വ്യാഴാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ നമ്മുടെ കേരളത്തിലെ പ്രാദേശിക സൂര്യോദയ പ്രകാരം രാഹുകാലം 2:07 മുതൽ 3:37 വരെയുള്ള സമയമായി പരിഗണിക്കാവുന്നതാണ്. നാളത്തെ നക്ഷത്രം കാലത്ത് 9:45 വരെ അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതില്ല ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കുന്ന നക്ഷത്രമാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഈ അശ്വതി നക്ഷത്രത്തിൻ്റെ സമയം വരെ ശുഭകാര്യങ്ങൾ ചെയ്യാം. പ്രത്യേകിച്ച് കാലത്ത് 9 മണി മുതൽ 9:45 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് യാത്രാ തീരുമാനങ്ങൾ, ബന്ധു സന്ദർശനം അല്ലെങ്കിൽ വിവാഹത്തിനുള്ള ക്ഷണം, ഇതിനൊക്കെ അശ്വതി നക്ഷത്രം വളരെ ഗുണമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, അശ്വതി നക്ഷത്രം മരുന്ന് സേവിപ്പാൻ ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വല്ല മരുന്ന് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച കാലത്ത് ഔഷധം സേവിക്കുക, രോഗങ്ങളൊക്കെ മാറിക്കിട്ടട്ടെ. അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം അശ്വിനി ദേവതകളാകുന്നു. അത് മെഡിസിൻ്റെ ദേവതകളാകുന്നു. ദേവന്മാരുടെ വൈദ്യന്മാരാകുന്നു അശ്വിനി ദേവതകൾ. അതിനാൽ അശ്വതിക്ക് മെഡിസിനൽ സംബന്ധമായ ധാരാളം ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിൽ ഉള്ള ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം കൊടുക്കുന്ന മരുന്നിന് ഔഷധ ഗുണം കൂടും. അതിനുമപ്പുറം അശ്വതി നക്ഷത്രമുള്ള വ്യക്തികൾ വിഷവൈദ്യന്മാരാണെങ്കിൽ അവർക്ക് വിഷസംബന്ധമായ മരുന്നുകൾ കൊടുത്താൽ അതിന് വളരെയധികം ഗുണമേറുന്നതാണെന്ന് കാണാറുണ്ട്. ആ ഗുണം തന്നെ അശ്വതി, മകം, മൂലം ഈ 3 നക്ഷത്രങ്ങൾക്കും നമുക്ക് കാണാവുന്നതാണ്. നാളെ 9:36 മുതൽ ഭരണി നക്ഷത്രമാകുന്നു. നാം ശുഭകാര്യങ്ങൾക്കൊന്നും ഭരണി നക്ഷത്രം സ്വീകരിക്കാറില്ല. അതിനാലാണ് നിങ്ങൾക്ക് കാലത്ത് തന്നെ നല്ല മുഹൂർത്തമൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. ഭരണി വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രമാകുന്നു. ലോകത്തിലെ എല്ലാ പ്രശസ്തരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരാണ്. പക്ഷെ ഭരണി എന്ന നക്ഷത്രത്തിൻ്റെ ഒരു ജന്മനായുള്ള സ്വഭാവം അത് യാത്ര പോകാനോ അല്ലെങ്കിൽ പുത്തൻ ആരംഭങ്ങൾക്കോ അനുകൂലമല്ല. ഈ ദോഷങ്ങളുള്ള മറ്റ് നക്ഷത്രങ്ങളുണ്ട്. യമൻ ഭരണി, രുദ്രൻ തിരുവാതിര, അഹി ആയില്യം, പൂരം, പൂരാടം, പുരൂരുട്ടാതി എന്ന മുപ്പൂരങ്ങൾ, തൃക്കേട്ട ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ശുഭകാര്യങ്ങൾക്കൊന്നും നാം ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ നക്ഷത്രത്തിലാണ് നാം കാണുന്ന പ്രഗത്ഭമതികളൊക്കെ ജനിച്ചിരിക്കുന്നത്. പക്ഷേ നക്ഷത്രത്തിന് ഇങ്ങനെയുള്ള ഒരു സ്വഭാവമുള്ളതുകൊണ്ട് നാം മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഈ നക്ഷത്രങ്ങളെ സ്വീകരിക്കാറില്ല. നാളത്തെ തിഥിയും വെളുത്തപക്ഷത്തിലെ അതിശക്തമായ ദ്വാദശി തിഥിയാകുന്നു. അതിനാൽ എല്ലാ ശുഭകാര്യങ്ങളും കാലത്ത് തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.